കൊറേ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഈ ജുറാസിക് പാർക്കിലൊന്ന് വന്നോന്ന്. ഈ ജുറാസിക് പാർക്കിന്റെ അകത്തേക്കൊന്ന് കയറണോന്ന്. ഫ്രാങ്ക്ലിൻ ബായ് ഉള്ളത് കൊണ്ട് ഇതൊന്നും നടക്കാറില്ല. ഫ്രാങ്ക്ലിൻ ബായ് ആണ് ഇന്ന് GTA പോയേക്കുവാ. ഇതാണ് കറക്റ്റ് സമയം. ഇതിന്റെ അകത്തേക്ക് എനിക്ക് കേറണം. ഇതിന്റെ അകത്ത് കേറിയിട്ട് ഇതിന്റെ അകത്തുള്ള ദിനോസറൊക്കെ ഒന്ന് എനിക്ക് കാണണം. ഇതിന്റെ ഇടയിൽ കൂടി നോക്കുമ്പോ അവിടെ എന്തോ സാധനം ഇരിപ്പുണ്ടല്ലോ. എന്തോ മുട്ട. ഡിനോസറിന്റെ മുട്ടയായിരിക്കും. ഇതിന്റെ അകത്തേക്ക് കേറാനാണെങ്കിൽ പറ്റൂലല്ലോ. നിറച്ച് മതിൽ കെട്ടിയിരിക്കുക. ഈ ഡോറ് തുറന്ന് കേറാൻ പറ്റുമോ നോക്കട്ടെ. കേറാൻ പറ്റണില്ല. ഈ തട്ടുവരി പിടിച്ച് പൊക്കത്തേക്ക് കേറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ തട്ടുവരി പിടിച്ച് പൊക്കത്തേക്ക് കയറാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ തട്ടിൽ പിടിച്ച് ഇതിന്റെ പൊക്കത്ത് കയറി. അവിടെ എന്തോ ഇരിപ്പുണ്ടല്ലോ. അതൊരു എഗ്ഗ് തന്നെ. ഏതോ ഗോൾഡൻ എഗ്ഗ്. അയ്യോ തട്ടി നിലത്ത് വീണു. ഇതേതോ മാജിക് സ്ഥലം തോന്നുന്നു. ഇങ്ങോട്ട് വീണപ്പോണ്ടല്ലോ ഈ സൈഡിലുള്ള വാളെല്ലാം അപ്രതീക്ഷയായി പോയി. ഗൈസ്, അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പുറ സൈഡ് കാണാൻ പറ്റുന്ന തോന്നണത്. അപ്പുറത്തേക്ക് ആൾക്കാർക്ക് ഇപ്പുറത്തും കാണാൻ പറ്റൂല. എന്തായാലും കുഴപ്പമില്ല, നമ്മള് വന്നത് ഇത് കാണാൻ വേണ്ടിയല്ലേ. ഒരു എഗ്ഗല്ലേ, ഗോൾഡൻ എഗ്ഗ്. ഗൈസ്, എനിക്ക് തോന്നണത് ഇവിടെയുള്ള ഏതോ ഡിനോസറിന്റെ എഗ്ഗാന്ന് തോന്നുന്നു. ഇവിടെയുള്ള ഡിനോസറിന്റെ മുട്ട വിരിയിക്കാൻ വേണ്ടി വെച്ചേക്കുവാ തോന്നുന്നു. അതിനാണ് ഇത്ര പ്രൊട്ടക്ഷൻ എനിക്ക് തോന്നുന്നത്. വെറുതെ അല്ല ആരെയും കേറ്റാതെ ഇവർ ഇത്രയും വലിയ സ്ഥലം എടുത്തിട്ട് ഇതിന്റെ അകത്ത് ഈ മുട്ട വെച്ചേക്കണത്. എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ വന്നേക്കണത്. ഈ മുട്ട നമുക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. എടാ ഷിൻചാനെ, എന്താടാ ഷിൻചാനെ ഈ കാണിച്ചു വെച്ചേക്കണത്? എന്ത് സാധന നീ കൊണ്ടുവന്നേക്കണേ? നിനക്ക് വല്ല ബോധമുണ്ടാ? എടാ ഇത് ജുറാസിക് പാർക്കിലെ ഡിനോസറിന്റെ മുട്ടയാടാ. ഈ മുട്ട അങ്ങനെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അതൊരു സേഫായി സ്ഥലത്തിൽ ഒളിപ്പിച്ചു വെച്ചേക്കണത്. എടാ നീ എന്തിനാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്? ഇനി പോലീസൊക്കെ നിന്റെ പുറകെ വരുമല്ലേ? എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അതിന്റെ അകത്ത് കയറിയപ്പോ ഈ മുട്ട കണ്ടപ്പോ തന്നെ ഈ മുട്ട എടുത്തോണ്ട് വന്നു. ജോണ്ടൻ മാമ, എനിക്ക് ഈ മുട്ട വെച്ച് ഈ മുട്ട വിരിയിച്ചിട്ട് ഇതിന്റെ അകത്ത് എന്ത് കുഞ്ഞാ ഉണ്ടാവണമെന്ന് കാണണം. ജോണ്ടൻ മാമ, എന്നെ കൈവിടല്ലേ. ജോണ്ടൻ മാമ, എന്നെ കൈവിടല്ലേ. കൈവിടല്ലേന്നോ? എടാ നീ എന്താട്ടാ ഈ പറയണത്? ഞാൻ വലിയ ഡോണൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഡിനോസറിന്റെ മുട്ട ഒന്നും പിരിക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ല. നീ വേറെ ആരെങ്കിലും എടുത്ത് ചെല്ലി. എടാ എന്നെ വിടറാ, എന്നെ വിട്. നീ ആ സ്ലെൻഡർമാന്റെ അടുത്ത് പോലും ചെല്ലി. അവൻ ഇങ്ങനത്തെ കാര്യമൊക്കെ അറിയാവുന്നല്ലേ. അവൻ ചിലപ്പോ നിന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അയ്യേ, ഈ ജോണ്ടോൺ മാമ ഇത്ര പേടിത്തൂറിയാന്ന് ഞാൻ അറിഞ്ഞില്ല. ജോണ്ടോൺ മാമ ഇച്ചിരി ബുദ്ധിശാലിയാണ്, ഇച്ചിരി ധീരശാലിയാണ്, ഇത്ര വീരശൂര പരാക്രമിയാന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്ര പേടിത്തൂറിയായിരുന്ന എത്താലും കുഴപ്പമില്ല. ഞാൻ സ്ലെൻഡർമാന്റെ അടുത്ത് ചെന്നേക്കാം. നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ലെൻഡർമാൻ ബുദ്ധിമാന്മാനാ. സ്ലെൻഡർമാന്റെ അടുത്ത് ഞാൻ ചെന്നോളാം. സ്ലെൻഡർമാനെ ഒന്ന് പുറത്തേക്കുവാ. സ്ലെൻഡർമാനെ. സ്ലെൻഡർമാന്റെ വീടാ. സ്ലെൻഡർമാനെ കാണാൻ പോലില്ല. സ്ലെൻഡർമാനെ വന്ന് ഇന്ത്യൻ ബൈക്ക് 3Dയിലും പിച്ചക്കാർ വന്നു തുടങ്ങിയ. എന്നാരോ വിളിക്കണ്ടല്ലോ സ്ലെൻഡർമാനെന്ന്. ആരാണ്? ചെന്ന് നോക്കട്ടെ ഏതും പിച്ചക്കാരനാണ്. ഈ പിച്ചക്കാരെയൊക്കെ കൊണ്ട് ശല്യമായല്ലോ. എടാ പിച്ചക്കാരാ. പിച്ചക്കാരനല്ലേ? ഷിൻചാൻകൂട്ടനോ? ഷിൻചാൻകൂട്ടാ, എന്തു പറ്റിയടാ? ഇതും സാധനം. ജുറാസിക് പാർക്കിലെ ഡിനോസറിന്റെ മുട്ടയാ. ഈ ഡിനോസറിന്റെ മുട്ടയും കൊണ്ട് എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? സ്ലെൻഡർമാനെ, പൊക്കത്തിരിക്കാത്ത താഴത്തേട്ട് വാ. സ്ലെൻഡർമാനെ, ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു ടുൺ സർപ്രൈസോ? ഞാൻ വരാം. ഇവർ ചാടണ്ട. പണ്ടത്തെ ആവേശത്തിന് പൊക്കം വരി ചാടിക്കഴിഞ്ഞാ കാല് തല്ലി ഒടിഞ്ഞ് നിലത്ത് കിടക്കും. ഈ ഷിൻചാന് വരാൻ പറ്റിയ സമയം. ഈ ഡിനോസറിന്റെ ഒക്കെ മുട്ടയെ കട്ടെടുത്തോണ്ടാണ് എന്റെ വീട്ടിലേക്ക് വന്നേക്കണത്. എനിക്കറിയാം. ഇതാ ജോണ്ടോൺ പറഞ്ഞു വിട്ടതാ. ജോണ്ടോൺ അറിയാം ഞാൻ ഡിനോസറിന്റെ മുട്ട തപ്പി നടക്കുവാണെന്ന്. എനിക്ക് ആ ഡിനോസറിന്റെ മുട്ട വിരിയിച്ചിട്ട് അതിന്റെ അകത്തുനിന്നുള്ള ഡിനോസർ ഏതാണെന്ന് അറിയാമെന്ന് ഭയങ്കര നാളത്തെ ആഗ്രഹമായിരുന്നു. ഷിൻചാനിപ്പോ കൊണ്ടുവന്നല്ല, നമുക്കത് വിരിയിച്ചു നോക്കാം. എന്തായാലും വീട്ടിട്ട് നിൽക്കാം. അല്ലെങ്കിൽ അവനെ എനിക്കും ഇത് ആവശ്യമുണ്ടെന്ന് അറിയും. എടാ ഷിൻചാനെ മോനെ, എന്തിനാടാ ഇതൊക്കെ കട്ടെടുത്തോണ്ട് വന്നത്? കട്ട് കഴിഞ്ഞ പോലീസ് പിടിക്കും. നിനക്ക് അറിയാൻ പാടില്ലടാ ഷിൻചാൻ കുട്ടാ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കൊരു ക്യൂരിയസ്. എന്തായാലും അത് വിരിച്ചു കഴിഞ്ഞാൽ എന്താവും എനിക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാനാണ് ഇതും കൊണ്ട് ജോണ്ടോൺ മാമന്റെ അടുത്ത്. ജോണ്ടോൺ മാമ ഭയങ്കര പേടി. ജോണ്ടോൺ മാമ എന്നോട് പറഞ്ഞറിയാവോ? സ്ലെൻഡർമാൻ എന്നൊരാളുണ്ടാ ഷിൻചാനെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ലെൻഡർമാൻ ഇതിനുള്ള പരിഹാരം ഉണ്ടായിത്തരും. സ്ലെൻഡർമാൻ വീരശൂര പരാക്രമിയാണ്. ഈ ജോണ്ടോൺ കള്ളനാണെങ്കിലും സത്യമാടാ മോനെ പറയത്തുള്ളൂ. ഞാൻ വീരശൂര പരാക്രമി തന്നെ. ഇതിനുള്ളത് ഐഡിയ എന്റെ ഉണ്ട്.
ഈ സാധനം വിരിയണമെങ്കിലുണ്ടല്ലോ ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് ഒരു രാത്രി കൊണ്ട് ഈ മുട്ട വിരിയും. അപ്പൊ ഞാൻ ഈ സ്വിച്ച് ഒന്ന് ഇട്ടേക്കട്ടെ. നിനക്ക് മുട്ട വിരിയിക്കാൻ തന്നെയല്ലേ നീ കൊണ്ടുവന്നത്? ആ പിന്നെ മുട്ട വിരിക്കാനില്ലാതെ മുട്ടയിട്ട് ബുൾസൈ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ പോരായിരുന്നു. എനിക്ക് മുട്ട വിരിഞ്ഞാൽ കൊച്ചുണ്ടാവണം എനിക്ക് കാണണം. ഓക്കേടാ ഷിൻചാൻകുട്ട, ഇപ്പൊ സെറ്റാക്കി തരാം. ഞാൻ ഈ സ്വിച്ച് പിടിച്ചങ്ങ നെക്കട്ടെ. സ്വിച്ച് നോക്കി എടാ, ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ദേടാ സ്പാർക്ക് തന്നെ ഉണ്ടാ. ആ ഇനി മുട്ടയ്ക്കകത്ത് കൊച്ചുണ്ടാവും. എടാ ഡിനോസറിന്റെ കൊച്ചി. എടാ നോക്കിയടാ ഞാൻ നോക്കിയേ. ഓഹോ സെറ്റ്. അപ്പൊ നമുക്കിന്ന് നൈറ്റ് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആഹാ, ഇതിന്റെ അകത്ത് പറഞ്ഞ ഡിനോസറിനെ കാണാൻ എനിക്ക് മറ്റേ എക്സൈറ്റ്മെന്റ് കൊണ്ട് തുള്ളിച്ചാടി ഇരിക്കാൻ. തുള്ളിയൊക്കെ ചാടി ഇരിക്കാടാ. വാ പൊക്കത്തേക്കാ പൊക്കത്ത് പോയി നിക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാല് ചിലപ്പോ വലിയ ഡിനോസർ നിന്നെ ചവിട്ടിക്കൂട്ടി കൊന്നുകളയും. വാ പൊക്കത്തേക്ക് വാ. A few hours later. ഓ സ്ലെൻഡർമാനെ ഇത്ര രാത്രിയായി എന്നിട്ട് ഇതിന്റെ അകത്തൊരു സാധനം പോലും മഞ്ഞിലല്ല. തീപ്പൊരി മാത്രം മഞ്ഞുണ്ട്. ഇതിന്റെ അകത്ത് ഡിനോസർ മഞ്ഞില്ലല്ലോ. എടാ മോനെ ഷിൻചാന്, നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ. എടാ നീ വെയിറ്റ് ചെയ്യ്. എടാ വരും. എടാ എനിക്കറിയാവുന്ന അത്ര ഒന്നും നിനക്കറിയാൻ പാടില്ല. ഞാൻ ഇതിനെപ്പറ്റി കുറെ നാളെ റിസർച്ച്. നീ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. A few hours later. ആരാടാ എന്നെ തുറന്നു വിട്ടത്? ആരായടാ എന്നെ വിരിയിപ്പിച്ചത്? ആരാടാ? അയ്യോ സ്ലെൻഡർമാനെ, ഇതെന്താ സാധനം സ്ലെൻഡർമാനെ? അയ്യോ ഇതൊരു ആന പോലെ ഉണ്ടല്ലോ. ആനയല്ല, ഇതൊരു വലിയ ഡിനോസർ ആണല്ലോ. ഇതാണോ ഈ ചെറിയ മുട്ടയ്ക്കകത്ത് വന്നത്? എടാ ഷിൻചാന്, അതാടാ ഞാൻ ഓർത്തിരിക്കണത്. എടാ ഇത് മെഗാ ഗോഡ്സില്ല. എടാ ഇത് ഡിനോസർ അല്ലടാ, ഇത് മെഗാ ഗോഡ്സില്ലേന്റെ മുട്ടയായിരുന്നടാ. നമ്മള് തീർന്ന്. എടാ ആരാടാ എന്നെ തുറന്നു വിട്ടത്? ആരാണെങ്കിലും നിങ്ങളാണ് എന്റെ ഇന്നത്തെ ഭക്ഷണം. അയ്യോ അവൻ പറഞ്ഞു കേട്ടാ, നമ്മളാണ് അവന്റെ ഭക്ഷണമെന്ന്. നമ്മളിനി എങ്ങനെ എസ്കേപ്പ് ആവും? നമ്മളിനി എന്ത് ചെയ്യും? എടാ നമുക്കിനി ചെയ്യാനൊന്നുമില്ല. എടാ നമുക്ക് പ്രാർത്ഥിക്കാന്നല്ലെന്ന്. നമുക്കിനി ഒരു വഴിയില്ലടാ. എടാ പ്രാർത്ഥിച്ചോ. ഇനി അത് മാത്ര നിനക്കൊരാശ്രയമുള്ളൂ. എടാ ഗോഡ്സില്ല, എടാ നമ്മുടെ ഷിൻചാനെയും സ്ലെൻഡർമാനെയും കൊന്നിട്ട് നീ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിച്ചാ? നമ്മുടെ പിള്ളേരെ തൊട്ടാലി ഇതായിരിക്കൂടാ നിന്റെ ശിക്ഷ. നിന്റെ അടിവാരിന്ന് വിടൂടാ. അയ്യോ ഞാനാ മിസൈൽ കൊണ്ട് ഞാൻ ഇന്ത്യൻ ബൈക്ക് 3Dന്ന് GTA തെറിച്ചു പോയല്ല. ഓഹോ എന്ത് മിസൈലാണ് ആ പുള്ളി ഇട്ടത്? എന്നെ കൊണ്ട് വയ്യ. ഞാൻ തീർന്നു. ഞാൻ പോകുന്നു.